ഗുഡ് മോർണിംഗ്. അപ്പൊ ഹാപ്പി ഓണം. നമ്മളിപ്പോ പൂക്കളിടാൻ വന്നേക്കാം. എല്ലാ കൊല്ലവും തിരുവോണത്തിന്റെ അന്ന് ഇടുന്ന പൂക്കളത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തുന്നുള്ളത് എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കൊല്ലവും തലേന്ന് തന്നെ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി ഒരു ഡിസൈൻ ഒക്കെ കണ്ടുപിടിച്ച് തലേന്ന് തന്നെ അത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വരയ്ക്കലും ഇടലും കൂടെ ഒരുമിച്ച് കാലത്ത് നടക്കൂലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. സമയം 9 മണിയായി. ഇതുവരെ തീർന്നിട്ടില്ല. ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സദ്യ ഉണ്ടാക്കാൻ എനിക്കല്ല അമ്മയ്ക്ക്. എത്ര നേരത്തെ എണീറ്റിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം സമയം ഇപ്പൊ ഭയങ്കര ലേറ്റ് ആയി. അപ്പൊ അമ്മക്ക് അവിടെ പണിയെടുക്കണ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ക്ലീൻ ആക്കാൻ തുടങ്ങി. പൂക്കളില്ല, അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ അങ്ങോട്ട് കുഴയ്ക്കും, എന്നിട്ട് ഒറ്റെടുത്തിടും. എന്തില്ല അവിടെ എന്താവും അറിയും. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടണമല്ലോ. നമ്മൾ വട്ടം വരച്ചത് ഇച്ചിരി കൂടിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം പൂക്കൾ ഓർഡർ ചെയ്തിട്ടും അത് മതിയാവണില്ല. അപ്പൊ നമ്മൾ അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കുഴച്ചു. അപ്പൊ നമ്മുടെ പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോയിട്ട് റെഡി ആയിട്ട് വരാം. എന്നിട്ട് ഇതേ വേഗം പോയി റെഡി ആയി വന്നതിന് ശേഷം ഞാനും അമ്മയും കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. സ്റ്റോറി തീർക്കണ്ടേ? ഇനി സദ്യ കഴിക്കാൻ പോവാം. സാമ്പാർ ഒഴിക്കുമ്പോൾ എപ്പോഴും ഒരു കുഴി കുത്തണം. അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം സാരി കൂരിക്കളഞ്ഞതിന് ശേഷം സമാധാനമായിട്ടിരുന്ന് വേണം സദ്യ കഴിക്കാൻ. അപ്പൊ സദ്യയും കഴിച്ച് പായസം കുടിച്ചതിന് ശേഷം സുഖമായിട്ടൊരു ഉറക്കം മുഖ്യം. സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ബൈ ബൈ.